റോഡിനോട് ചേർന്നുള്ള കനാലിന്റെ തീരത്തുകൂടി ഇങ്ങനെ വീൽ ചെയറിൽ സഞ്ചരിക്കുമ്പോൾ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി ലിൻസു വർഗീസ് തോമസിന് മനസ്സിൽ വലിയ സംതൃപ്തിയുണ്ട്. കനാലിനോട് ചേർന്ന് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഇനി മനസ്സിൽ ഭയമില്ലാതെ വാഹനത്തിൽ ആളുകൾക്ക് ഈ റോഡിൽ കൂടി യാത്ര ചെയ്യാം. അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടതിനാൽ ഫിസിയോതെറാപ്പി ചെയ്യാനായി ഈ കനാലിന്റെ തീരത്ത് കൂടിയാണ് ലിൻസു കാറിൽ പോയിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞാൽ ചലനശേഷി ഇല്ലാത്ത താൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന ആശങ്ക ലിൻസുവിനുണ്ടായിരുന്നു. നേരത്തെയും ഈ ഭാഗത്ത് വാഹനങ്ങൾ കനാലിൽ വീണ് അപകടങ്ങൾ സംഭവിച്ചിരുന്നു. ലിൻസു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഈ സ്ഥലത്തെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തി. ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കാൻ ഫണ്ടില്ല എന്ന മറുപടിയാണ് 2023 ലിൻസുവിന് ലഭിച്ചത്. ലിൻസു പിൻവാങ്ങിയില്ല. 2024 ഫെബ്രുവരിയിൽ വിശദമായ മെയിൽ മന്ത്രി റിയാസിന്റെ ഓഫീസിലേക്ക് അയച്ചു. പരാതി പരിഗണിക്കപ്പെട്ടു. നാഷണൽ ഹൈവേ അതോറിറ്റി കൊല്ലം ഓഫീസിലേക്ക് പരാതി കൈമാറിയതായി മന്ത്രി റിയാസിന്റെ ഓഫീസിൽ നിന്നും ലിൻസുവിന് മറുപടി ലഭിച്ചു. ദിവസങ്ങൾക്കകം കനാലിന്റെ തീരത്ത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചു. ഞാൻ മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിലോടാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ അവർ ആദ്യം എനിക്ക് പറഞ്ഞു PWD ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചു. ഉടനെ ഞാൻ വിളിച്ചതിൻ്റെ തൊട്ട് കുറേ മറുപടിയായിട്ട് എനിക്ക് തന്നു. അന്നേരം അവർ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കിപ്പോൾ ഫണ്ട് നിലവിലില്ല, ഫണ്ട് വന്നാൽ മാത്രമേ അങ്ങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം പിന്നെ ഇതിൻ്റെ ശോചനീയാവസ്ഥ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി വിളിച്ചു. വീണ്ടും ഒരു മെയിൽ അയച്ചു. അതിനെനിക്ക് തുടർച്ചയായ നടപടി വരും. PWD എന്ന് വിളിച്ചിട്ട് എത്രയും വേദന ഞങ്ങൾ ചെയ്യാനും ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അതിന് എത്രയും വേദന അതിനൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കുമെന്നും പറഞ്ഞു. ഇത് നാഷണൽ അതോറിറ്റിക്ക് കൊല്ലത്തോട്ട് കൈമാറിയിരുന്നു ഈ റോഡ്. അപ്പോൾ അവർക്ക് ഈ കംപ്ലയിൻറ്റ് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കഴിവതും വേഗം നമുക്ക് അവിടെ റിഫ്ലക്ടർ സ്ഥാപിക്കാനും പിന്നെ അതുപോലെ ഡിവൈഡർ സ്ഥാപിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. സ്പൈസ് ജെറ്റിൽ ഗ്രൗണ്ട് സ്റ്റാഫായാണ് ഈ ചെറുപ്പക്കാരൻ ജോലി ചെയ്തിരുന്നത്. 2020 ഫെബ്രുവരിയിൽ വാഹനാപകടത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റു. അരയ്ക്ക് താഴെ പൂർണ്ണമായും ചലനശേഷി നഷ്ടപ്പെട്ടു. ഫിസിയോതെറാപ്പിയിലാണ് ലിൻസുവിന്റെ പ്രതീക്ഷ മുഴുവൻ. എല്ലാ ജില്ലകളിലും സർക്കാർ തലത്തിൽ ഫിസിയോതെറാപ്പി സെന്ററുകൾ തുറക്കണമെന്ന് ലിൻസു പറയുന്നു. നമ്മുടെ എല്ലാ ജില്ലയിലും ഒരു സർക്കാർ ഫിസിയോതെറാപ്പി സെന്റർ വേണം, റീഹാബ് സെന്റർ വേണം. കാരണം ഇങ്ങനെ കിടക്കുന്ന നിരവധി പേരുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാതെ. നമ്മളിപ്പോൾ പ്രൈവറ്റ് റീഹാബ് സെന്ററിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ നല്ല രീതി എക്സ്പെൻസ്. ഒരു മാസം അവിടെ കിടന്ന് നമ്മൾ ചികിത്സിക്കുന്ന 60,000-70,000 രൂപ ചിലവാകും. ഓരോ പെർ എക്സൈസിനാണ് അവർ ചാർജ് മേടിക്കുന്നത്. അപ്പം ഈ സർക്കാരിൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് പേർക്ക് ജീവിതത്തിലോട്ട് തിരിച്ച് കടന്നു വരാൻ പറ്റും. കാരണം ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഓരോ ജില്ലകളിലും റീഹാബ് സെൻറ്റർ പണിയുവാണെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായിരിക്കും. താൻ വീണ്ടും എഴുന്നേറ്റ് നടക്കും. ആത്മവിശ്വാസം ഈ ചെറുപ്പക്കാരന് വേണ്ടുവോളമുണ്ട്. ഒപ്പം മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലും. ലിൻസുവിന്റെ അർപ്പണ മനോഭാവത്തിനാണ് കൈയടിക്കേണ്ടത്. അപകടം പതിയിരിക്കുന്ന ഈ റോഡരികിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചത് ലിൻസുവിന്റെ പരാതി പ്രകാരമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.